Hi everyone, welcome to I+ Training Solutions. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷിന്റെ മുൻകാല ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ HSST പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഒരു മോഡൽ ഐഡിയ നമുക്ക് ലഭിക്കും. എന്താണ് HSST പരീക്ഷ, എങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്, അല്ലെ? ആ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ 10 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11ാമത്തെ ചോദ്യം വെച്ചിട്ടാണ്. എന്തായാലും ചോദ്യം നോക്കിയാലോ, ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സബ് ടൈറ്റിൽ ഗിവൺ ടു കോളറിഡ്ജ്, കുബ്ല ഖാൻ, എ വിഷൻ ഇൻ എ ഡ്രീം, എ ഫ്രാഗ്മെന്റ്? അല്ലെ, കോളറിഡ്ജ്, ST കോളറിഡ്ജ് എന്ന റൊമാൻറ്റിക് പോയിറ്റിന്റെ കാരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തന്റെ കരിയറിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് കുബ്ല ഖാൻ എന്ന കവിത. പക്ഷേ ഈ കവിതയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അല്ലെ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കവിതകൾ പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ ലിറ്റററി ഫീൽഡിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കവിതയ്ക്ക് ഉണ്ടായ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെ, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ പോലും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ വീടും പരിസരവും ആയി പോകും എക്സ്പ്ലനേഷനിൽ കൂടുതൽ വരുന്നത്. അല്ലെ, അതുപോലെയാണ് ഇവിടെയും കോളറിഡ്ജിന് സംഭവിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുബ്ല ഖാൻ എന്ന ആ ഒരു റൂളറിനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കോളറിഡ്ജിന്റെ എക്സ്പ്ലനേഷനിൽ കുബ്ല ഖാനും വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് കുബ്ല ഖാന്റെ മാൻഷൻ വരുന്നുണ്ട്. ആ മാൻഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ ചുറ്റുപാട് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ വലിയൊരു വിശദീകരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഓപ്പിയം ഇൻഡ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഒരു കവിത എഴുതിയത് എന്നാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ക്രിറ്റിക്സിന്റെ ഒപ്പീനിയൻ. അത് കാരണമാണ് ഇത് ഇൻകംപ്ലീറ്റ് ആയി പോയത് എന്നുള്ള ഒരു പോയിന്റ് നമുക്കുണ്ട്. ഓക്കെ, അതായത് ഓപ്പിയം ഇൻഡ്യൂസ്ഡ് സ്ലീപ്പിന് ശേഷം ഇദ്ദേഹം ഉണരുന്നു. അതിനു മുൻപ് ആ ഒരു സ്ലീപ്പിന് ശേഷം ഇദ്ദേഹത്തിന്റെ ആ ഒരു സെഡഷൻ നഷ്ടപ്പെടുകയാണ്. അതായത് അതിനോടുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ലഹരി നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നീട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ ഒരു ക്രിയേറ്റിവിറ്റി വീണ്ടും റീറ്റെയിൻ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുക്കാനായിട്ട്. അവിടെ വെച്ചിട്ട് കുബ്ല ഖാൻ എന്ന കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്പിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റൊമാൻറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഏജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന എക്കാലത്തെ മികച്ച റൊമാൻറ്റിക് പീരീഡിലെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകം നമ്മുടെ കോളറിഡ്ജും വേൾസ്വർത്തും ചേർന്നാണ് ചെയ്തത്. കോളറിഡ്ജിന്റെ ഒരു ഇൻഫ്ലുവൻസും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സബ് ടൈറ്റിൽ ഗിവൺ ടു കോളറിഡ്ജ് കുബ്ല ഖാൻ, എ വിഷൻ ഇൻ എ ഡ്രീം, എ ഫ്രാഗ്മെന്റ്? നോക്കിക്കോ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് പോം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് വർക്ക് ദാറ്റ് വാസ് നെവർ ഇന്റൻഡഡ് ടു ബി ഫിനിഷ്ഡ്. ഓക്കെ, അപ്പം കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണെന്നും അത് ഫിനിഷ് ചെയ്യണമെന്നുള്ള പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ ഒന്നും ഇല്ല എന്നുമാണ് കുബ്ല ഖാൻ പറയുന്നത് എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. അടുത്ത നോക്കിക്കേ. ദ സബ് ടൈറ്റിൽ ഹൈലൈറ്റ്സ് ദ ഡ്രീം ലൈക്ക് ആൻഡ് ഫ്രാഗ്മെന്ററി നേച്ചർ ഓഫ് പോയറ്റിക് വിഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കവിത വായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കോളറിഡ്ജിനോടൊപ്പം കുബ്ല ഖാന്റെ മാൻഷനിൽ അങ്ങ് എത്തും. ആ ഒരു പോയിന്റിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, അത്രയും ഭംഗിയോടുകൂടിയാണ് ഈ മാൻഷനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. മാൻഷന് ചുറ്റുമുള്ള വാലീസിനെ കുറിച്ചും ഒക്കെയുള്ള റെഫറൻസ് നമുക്ക് കാണാനും സാധിക്കും. അടുത്ത സി ഓപ്ഷൻ നോക്കിക്കേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പോം ഈസ് എ കംപ്ലീറ്റ് ആൻഡ് പോളിഷ് പീസ്. ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ആഡ് ഓൺ ഒന്നും വേണ്ടാത്ത വളരെ ഫ്ലവറി ആയിട്ടുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് എന്നുള്ള പോയിന്റ് ആണ് മൂന്നാമതുള്ളത്. അടുത്ത നോക്കിക്കേ. ദ സബ് ടൈറ്റിൽ സിഗ്നിഫൈസ് എ ഡിലിബറേറ്റ് അറ്റംപ്റ്റ് ബൈ കോളറിഡ്ജ് ടു ഡിസീവ് ദ റീഡർ അബൌട്ട് ദ പോംസ് കംപ്ലീറ്റ്നെസ്. ഓക്കെ, അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ദ സബ് ടൈറ്റിൽ സിഗ്നിഫൈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ബൈ കോളറിഡ്ജ്. കോളറിഡ്ജിന്റെ ഒരു അറ്റംപ്റ്റ് ആണ് ടു ഡിസീവ് ദ റീഡേഴ്സ് അബൌട്ട് ദ പോംസ് കംപ്ലീറ്റ്നെസ്. ഓക്കെ, സോ ഇതിൽ ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അതായത് ഈ കുബ്ല ഖാൻ എന്ന് പറയുന്ന കോളറിഡ്ജിന്റെ കവിതയുടെ ഒരു സബ് ടൈറ്റിൽ ആയിട്ട് എ വിഷൻ ഇൻ എ ഡ്രീം, എ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സബ് ടൈറ്റിൽ ഹൈലൈറ്റ്സ് ഡ്രീം ലൈക്ക് ആൻഡ് ഫ്രാഗ്മെന്ററി നേച്ചർ ഓഫ് ദ പോയറ്റിക് വിഷൻ. ഓക്കെ, ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ഫ്രാഗ്മെന്ററി ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ദ സബ് ടൈറ്റിൽ ഹൈലൈറ്റ്സ് ദ ഡ്രീം ലൈക്ക് ആൻഡ് ഫ്രാഗ്മെന്ററി നേച്ചർ ഓഫ് ദ പോയറ്റിക് വിഷൻ. പോയറ്റിക് വിഷന്റെ ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ഫ്രാഗ്മെന്ററി ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ പല കേസസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇറ്റ് സജസ്റ്റ് ദാറ്റ് പോം എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വർക്ക് ആണെന്നൊന്നുള്ള ഇന്റൻഷൻ അദ്ദേഹം പറയുന്നില്ല. ഇത് ഇൻകംപ്ലീറ്റ് വർക്ക് ആണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അങ്ങനെ ഒരു ഇന്റൻഷൻ അല്ല ടൈറ്റിലിനുള്ളത്. ഇനി അതുപോലെ തന്നെ പോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ്ഡ് പീസ് ആയിരിക്കണം എന്നുള്ള ഒപ്പീനിയനും വരുന്നില്ല. റീഡേഴ്സിനെ ഡിസീവ് ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷനും അതിനകത്തിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് പോം എന്ന് പറഞ്ഞ ഒരു ഇൻകംപ്ലീറ്റ് വർക്ക് ആണ് ദാറ്റ് വാസ് നെവർ ഇന്റൻഡഡ് ടു ബി ഫിനിഷ്. റോങ് ആൻസർ ആണ് കേട്ടോ. നമുക്ക് ഇതാണോ എന്ന് ഫീൽ ചെയ്യും, ശരിയല്ലേ? ഫസ്റ്റ് വൺ തന്നെ പലരുടെയും മനസ്സിൽ ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ശരി ഉത്തരം വരുന്നത് ദ സബ് ടൈറ്റിൽ ഹൈലൈറ്റ്സ് ഡ്രീം ലൈക്ക് ആൻഡ് ഫ്രാഗ്മെന്ററി നേച്ചർ ഓഫ് ദ
പോയറ്റിക് വിഷൻ. പോയറ്റിക് വിഷന്റെ ആ ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ഫ്രാഗ്മെന്ററി നേച്ചറെ കുറിച്ചാണ്. എന്താണ് ഈ ഫ്രാഗ്മെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻകംപ്ലീറ്റ് എന്നാണ് കേട്ടോ. ഫ്രാഗ്മെന്ററി എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്. കവിത ഇൻകംപ്ലീറ്റ് ആണ്, പക്ഷേ കവിതയിൽ ഒരു പോയറ്റിക് വിഷൻ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഒരു എന്താണ് ഒരു മേരി വേൾഡ് അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, ജസ്റ്റ് ലൈക്ക് ഒരു ഫെയറി വേൾഡിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, how does Shelley's use of personification contribute to the dual accepts of the west wind as both destroyer and perceiver? Okay, അപ്പോൾ നോക്കിക്കേ, how does Shelley's use of personification, എന്താണ് ഈ ലിറ്റററി ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള പേഴ്സോണിഫിക്കേഷന്റെ അർത്ഥം? ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുക്കളുടെ, ജീവനുള്ള ഹ്യൂമൻ ബീങ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ തന്നെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു എന്താണ് പോയിന്റിൽ നമ്മൾ നോൺ ലിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നു അല്ലേ. ഇപ്പം ദ ഫ്ലവർ ഈസ് ഡാൻസിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫ്ലവർ ഈസ് ഡാൻസിങ് ഇൻ ദ വിൻഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് പേഴ്സോണിഫിക്കേഷനാണ്. മനുഷ്യന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഡാൻസിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ നമ്മൾ ആ ഒരു എന്താണ് ഫ്ലവറുമായിട്ട് ക്ലബ് ചെയ്ത് പറയാണ് അല്ലെ. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുക്കളുടെ ചില എന്താണ് സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ബെസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം പ്ലാന്റ്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അത് ശരിക്കും ജീവിക്കുന്നുണ്ട്, ലിവിങ് ആണ്, കാരണം ഗ്രോത്ത് കാണിക്കുന്ന ഒന്നാണ് അല്ലെ. അല്ലാതെ നമുക്ക് നോൺ ലിവിങ് ആയിട്ടുള്ള ടേബിൾ, അതുപോലെ തന്നെ ചെയർ, പെൻ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ച് ക്ലബ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹൗ ഡസ് ഷെല്ലീസ് യൂസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു ദ ഡ്യുവൽ ആസ്പെക്ട്സ് ഓഫ് ദ വെസ്റ്റ് വിൻഡ് ആസ് ബോത്ത് ഡിസ്ട്രോയർ ആൻഡ് പെർസീവർ അല്ലെ. ഇവിടെ വെസ്റ്റ് വിൻഡ് ഒരു കമ്പാനിയൻ ആയിട്ടാണ് ഷെല്ലി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഷെല്ലിയുടെ കവിതയിൽ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡിൽ വെസ്റ്റ് വിൻഡിനെ ഒരു കമ്പാനിയൻ ആയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വെസ്റ്റ് വിൻഡിന് കുറെ ക്വാളിറ്റീസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡിസ്ട്രോയർ ആണെന്നും പെർസീവർ ആണെന്നും എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. Personification is absent in the poem, therefore it does not contribute to the dual aspect of the west wind. The personification of the west wind as an enchanter emphasizes its destructive powers over nature. Okay, ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് personification of the west wind എന്ന് പറയുന്നത് ഒരു enchanter എന്ന നിലയിൽ emphasizes its destructive powers over nature. നേച്ചറിന്റെ മേലുള്ള വെസ്റ്റ് വിൻഡിന്റെ ഒരു ഡിസ്ട്രക്റ്റീവ് പവറിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ഈ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് വെസ്റ്റ് വിൻഡിന് പലതരത്തിലുള്ള കലാമിറ്റീസ് കോസ് ചെയ്യാൻ പോലും സാധിക്കും ഇല്ലേ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇല്ലേ. പലപ്പോഴും ട്രീസ് ഒക്കെ തന്നെ ക്രംബ് ഔട്ട് ആവുന്നതും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ തന്നെ എന്താണ് ഡൈ ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നോക്കിക്കേ, പേഴ്സോണിഫൈയിങ്. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്നത് personifying the leaves and Mediterranean highlights the west wind's benevolent and creative aspects. അതുപോലെ തന്നെ the personification creates a nuanced portrayal of the west wind, embodying both destructive and preservative forces in nature. അല്ലേ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ ആർഗ്യുമെന്റുകളായിട്ടാണ് പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇതിന്റെ ആൻസർ വരുന്നത് നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഷെല്ലി പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ പോയിന്റിലാണ് വെസ്റ്റ് വിൻഡിനെ ഒരു ഡിസ്ട്രോയർ ആയിട്ടും പെർസീവർ ആയിട്ടും എല്ലാത്തിനെയും എക്കാലത്തും സൂക്ഷിക്കുന്ന ഒരാളായിട്ടും രക്ഷകനായിട്ടും ശിക്ഷകനായിട്ടും പ്രസന്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ഷെല്ലി വെസ്റ്റ് വിൻഡിനെ ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ പേഴ്സോണിഫിക്കേഷൻ ക്രിയേറ്റ്സ് എ ന്യൂവൻസ്ഡ് പോർട്രയൽ ഓഫ് ദ വെസ്റ്റ് വിൻഡ് ഇല്ലേ, എംബോഡിങ് ബോത്ത് ഡിസ്ട്രക്റ്റീവ് ആൻഡ് പ്രിസർവേറ്റീവ് ഫോഴ്സസ് ഓഫ് ദ നേച്ചർ. അതായത് നേച്ചറിന്റെ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൈഡും പ്രസന്റ് ചെയ്യുന്ന ഒന്നായിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും? ഇവിടെ നമ്മുടെ വെസ്റ്റ് വിൻഡിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, how does Andrea del Sarto's relationship with his wife Lucretia contribute to the poem's exploration of art and life? Okay, അപ്പോൾ നോക്കിക്കേ, how does Andrea del Sarto's relationship with his wife, okay, Andrea del Sartoയുടെ റിലേഷൻഷിപ്പ്, വൈഫുമായിട്ടുള്ള ലുക്രീഷ്യയുടെ കേസിലുള്ള റിലേഷൻഷിപ്പ് contribute to the poem's exploration of art and life. പലപ്പോഴും നമ്മൾ കാണുന്നത് ഡോവർ ബീച്ച് എന്ന് പറയുന്ന കവിത നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കവിതയാണ്. എഴുതിയതാരാ? മാത്യു അർണോൾഡ് അല്ലെ. അവിടെ ഡോവർ ബീച്ചിനകത്ത് മാത്യു അർണോൾഡ് തന്റെ വൈഫിനെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ മാരേജിന്റെ ഇനിഷ്യൽ ഡേയ്സിൽ അവരൊരു ബീച്ച് സൈഡിൽ പോകുന്നു, സീ സൈഡിൽ പോകുന്നു, സീ ഷോറിൽ നിൽക്കുന്നു. ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസും അതുപോലെ തന്നെ ഫിലോസഫിക്കലി ലൈഫിനെ വ്യൂ ചെയ്യുന്ന പോയിന്റും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ പലപ്പോഴും കവികൾ അവരുടെ ബിലൗഡ്സിന് അവരുടെ വൈഫ്സിനൊക്കെ തന്നെ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? കവിതകൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട് എഴുത്തുകാർ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ആൻഡ്രിയ ഡെൽ സാർട്ടോ എന്താണ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ലുക്രീഷ്യ കോൺട്രിബ്യൂട്ട് ടു പോംസ് എക്സ്പ്ലോറേഷൻ ഓഫ് ആർട്ട് ആൻഡ് ലൈഫ്? ഓക്കെ,
ലുക്രീഷ്യ സെർവ്സ് ആസ് എ സപ്പോർട്ടീവ് മ്യൂസ് ഇൻസ്പയറിംഗ് ആൻഡ്രിയാസ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ്സ്. ഇവിടെ പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു ചോദ്യത്തിന്റെ കേസിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കേസാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ലുക്രീഷ്യയും അതുപോലെ തന്നെ ആൻഡ്രിയ ഡെൽസാർട്ടോയും നമ്മുടെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലുക്രീഷ്യ സെർവ്സ് ആസ് എ സപ്പോർട്ടീവ് മ്യൂസ് ഇൻസ്പയറിംഗ് ആൻഡ്രിയാസ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ്സ്. ആൻഡ്രിയയുടെ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് മികച്ച രീതിയിൽ പോകാനായിട്ട് ലുക്രീഷ്യ ഒരു സപ്പോർട്ടീവ് മ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ പറയുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ഗോഡിനെ വെക്കാം. എന്താണ് ഗോഡ് എന്നുള്ള പോയിന്റ് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ എഴുത്തുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പം ഡാൻസേഴ്സ് ഒരു ഗോഡിനെ അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. പാട്ടുകാര് അല്ലെ, ചിത്രം വരയ്ക്കുന്നവര്, അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും നിൽക്കുന്നവര് അവരുടെ ഒരു ഡിവൈൻ പ്രസൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗോഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ആൻഡ്രിയ ഡെൽസാർട്ടോയുടെ കേസിൽ തന്റെ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ്സിന് വേണ്ടി താൻ എപ്പോഴും ആരാധിക്കുന്ന ഒരു ഗോഡാണ് ഇവിടെ ലുക്രീഷ്യ എന്നാണ് പറയുന്നത്. The poem portrays a strained relationship highlighting the tension between artistic pursuits and domestic responsibilities. Okay, artistic pursuits ഇന്റെയും domestic responsibility യുടെ ഒരു പോർട്രയൽ നമുക്ക് ഇവിടെ കിട്ടും. The poem portrays a strained relationship highlighting the tension between artistic pursuits and domestic responsibilities. Artistic pursuits ഇന്റെയും domestic responsibility യുടെ ഒരു ടെൻഷൻ പോയിന്റ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ആർട്ടിസ്റ്റിക് pursuit എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിൽ നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ്. Andrea's wife has no significant role in the poem's exploration of art and life. Okay, ആൻഡ്രിയയുടെ വൈഫിന് പ്രത്യേകിച്ച് റോൾ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. The poem presents a romanticized and idealized view of marital bliss. Okay, marital blissനെ കുറിച്ചുള്ള ഒരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഐഡിയലൈസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കവിതയിൽ കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട്. ഉത്തരം നമുക്ക് ഇവിടെ ശരി ഉത്തരം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? HSST പരീക്ഷയുടെ ചോദ്യമല്ല നമുക്ക് പ്രശ്നം ഇല്ലേ, ഓപ്ഷനുകളാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. പൊതുവേ ഒരു ക്ഷമയില്ലാത്ത ആൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് ഉത്തരം ഇല്ല, ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങ് ശരി ഉത്തരമായിട്ട് വെക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് എപ്പോഴും ഫിൽട്ടർ ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമുക്ക് കളയാനായിട്ടൊരു ഓപ്ഷൻ കിട്ടും. പിന്നെ 3 ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ അതിനെ വെച്ച് ഫിൽട്ടർ ചെയ്യാം, ഒരെണ്ണത്തിനെ കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് അവസാനം എക്സിസ്റ്റ് ചെയ്യുന്ന 2 എണ്ണത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഉത്തരം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഇവിടെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹൗ ഡസ് ആൻഡ്രിയ ഡെൽസാർട്ടോസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ലുക്രീഷ്യ കോൺട്രിബ്യൂട്ട് ടു ദ പോംസ് എക്സ്പ്ലോറേഷൻ ഓഫ് ആർട്ട് ആൻഡ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ The poem portrays a strained relationship. ഒരു strained relationship ആണ് ഇവിടെ കാണിക്കുന്നത്. Highlighting the tension between artistic pursuits and domestic responsibilities. അതായത് നമ്മുടെ ലുക്രീഷ്യയും ആൻഡ്രിയ ഡെൽസാർട്ടോയും ഒക്കെ ഇവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിലുള്ള ടെൻഷൻസും ഒക്കെയാണ്. പലപ്പോഴും വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറെ ഹിൻഡ്രൻസസ് നമുക്ക് ഉണ്ടാവും, കുറെ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ബാരിയേഴ്സ് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. ഈ ബാരിയേഴ്സ് ഓരോന്നും ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡിൽ നമ്മൾ കൂടുതലായിട്ട് ശോഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അതാണ് 13ാമത്തെ ചോദ്യം. ഇനി 14ാമത്തെ ചോദ്യം എഗൈൻ എക്സ്പ്ലനേറ്ററി ടൈപ്പ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഡ്രീം ചിൽഡ്രൻ ഇൻ റിലേഷൻ ടു ദ തീംസ് എക്സ്പ്ലോർഡ് ബൈ ചാൾസ് ലാം ഇൻ ഹിസ് എസ്സേ? ഇവിടെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ പരിശോധിക്കാനുണ്ട്. ഈ ചാൾസ് ലാം ഒരു പെൻ നെയിം ഉപയോഗിച്ചായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമോ പെൻ നെയിമിന്റെ പേരെന്താന്ന്? ഏലിയ എന്നാണ് കേട്ടോ, ELIA, ഏലിയ. ഇനി ചാൾസ് ലാംബിന്റെ സഹോദരിയാണ് മേരി ലാംബ്. ചാൾസ് ലാംബിന്റെ സഹോദരിയുടെ പേരെന്താ? മേരി ലാംബ് എന്നാണ് കേട്ടോ, മേരി ലാംബ്. ഇനി അതുപോലെ തന്നെ ബാച്ചിലർ ആം ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് റെവറി എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഡ്രീം എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ബാച്ചിലർ ആം ചെയർ എന്നുള്ള ഒരു റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഐ വാസ് സിറ്റിംഗ് ദയർ ഇൻ മൈ ബാച്ചിലർ ആം ചെയർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് മാരീഡ്. അതുപോലെ തന്നെ എപ്പോഴും താൻ എല്ലാ തരത്തിലുള്ള തന്റെ ബേർഡൻസും തന്റെ ഇമോഷണൽ ബേർഡൻസും ഒക്കെ തന്നെ അത്
എന്താണ് എവിടെയാണ് അത് പെർഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിന്റെ അടുത്താണ്. സിസ്റ്ററിനോടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡൊറോത്തി വേൾസ്വർത്തും വില്യം വേൾസ്വർത്തും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ ഒരുപാട് സിബ്ലിംഗ് റിലേഷൻഷിപ്സ് നമുക്ക് ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. ചാൾസ് ലാംബിന്റെ സഹോദരിയാണ് മേരി ലാംബ്. കുറച്ച് എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിലേമാസ് ഒക്കെ ഫേസ് ചെയ്ത ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ ചാൾസ് ലാംബിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മേരി ലാംബിന് വലിയൊരു എന്താണ് ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. What is the significance of the title Dream Children in relation to the themes explored by Charles Lamb in his essay? It suggests the significance or existence of supernatural beings in the narrator's dreams. നറേറ്ററിന്റെ ഡ്രീമിൽ എങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബീയിങ്സ് എത്തുന്നത് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇറ്റ് എംഫസൈസസ് ദ അൺറിയാലിറ്റി ആൻഡ് എഫിമറൽ നേച്ചർ ഓഫ് ദ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന്റെ ഒരു അൺറിയാലിറ്റിയും അതുപോലെ തന്നെ ഒരു എഫിമറൽ നേച്ചറും ഒക്കെ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥാപാത്രങ്ങൾ, ഇപ്പൊ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും ആ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ അവര് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു പോയിന്റിലാണ്. ഇത് സിനിമയാണ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഇമോഷൻ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തു എന്ന് വരില്ല. ഇതൊരു ജീവിതമാണ് എന്നുള്ള പോയിന്റിൽ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അൺറിയാലിറ്റി ഫീൽ ചെയ്യൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് സിംബലൈസസ് ദ നറേറ്റേഴ്സ് വിഷ് ഫോർ എ ലാർജർ ഫാമിലി ഇൻ ഹിസ് ഡ്രീംസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും നറേറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂല് തനിക്കുള്ളത് വലിയൊരു കുടുംബമാണ്. ഓക്കെ, ഒരു ന്യൂക്ലിയർ ഫാമിലി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേ ഇല്ല, വലിയൊരു കുടുംബം, ഒരു ജോയിന്റ് ഫാമിലിയാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. സഹോദരിയും ലാംബും മാത്രമേ ഉള്ളൂ ഇല്ലേ. ഇനി അതുപോലെ തന്നെ ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വന്നത്. എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് ഒരു റൈറ്ററും മറ്റൊരു റൈറ്ററും കൂടി ചേർന്ന് എഴുതുന്ന കൊളാബറേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ സമയത്താണ്. പിന്നെ ചാൾസ് ലാംബിന്റെ പുസ്തകങ്ങളൊക്കെ എഴുതാനായിട്ടുള്ള സഹായം അതുപോലെ തന്നെ അതിന്റെ കംപ്ലീഷന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് മേരി ലാംബാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, ഇറ്റ് സിംബലൈസസ് ദ നറേറ്റേഴ്സ് വിഷ് ഫോർ എ ലാർജർ ഫാമിലി ഇൻ ഹിസ് ഡ്രീംസ്. ഇറ്റ് കൺവേസ് ദ ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ നറേറ്റേഴ്സ് മെമ്മറി. ഓക്കെ, നറേറ്ററിന്റെ മെമ്മറിയിൽ തന്റെ ചൈൽഡ്ഹുഡ് ആണ് ഓടിക്കളിക്കുന്നത് അല്ലെ, തന്റെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയയിലേക്ക് ഓടിപ്പോവാണ്, മടങ്ങി വരികയാണ്. ആ ഒരു പോയിന്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇറ്റ് കൺവേസ് ദ ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ നറേറ്റേഴ്സ് മെമ്മറി. നറേറ്ററിന്റെ മെമ്മറിയിലുള്ള തന്റെ തന്നെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ താൻ കണ്ടിട്ടുള്ള കുട്ടികളെ കുറിച്ചൊക്കെയുള്ള ചിന്ത. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഡ്രീം children in relation to the themes explored by Charles Lamb in his essay. ചാൾസ് ലാംബ് തന്റെ എസ്സേയിൽ കൺവേ ചെയ്യുന്ന ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്ന വർക്കിനകത്തിൽ ഡീൽ ചെയ്യുന്ന തീം എന്താണെന്ന്. ഇറ്റ് എംഫസൈസസ് ദ അൺറിയാലിറ്റി ആൻഡ് എഫിമറൽ നേച്ചർ ഓഫ് ദ ക്യാരക്ടേഴ്സ്. ഓക്കെ, അൺറിയാലിറ്റിയും എഫിമറൽ നേച്ചറും തന്നെയാണ് ഇതിന് ശരിയുത്തരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം മറ്റൊന്നുമല്ല, ലാംബ് അത്രത്തോളം ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കലും നമുക്ക് റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ റെസ്പോണ്ട് ഹൗ, എങ്ങനെയായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നു അല്ലെ. അതായത് പോയറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം എന്നുള്ളത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് കയറി നമുക്ക് ഒരുപാട് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, വാട്ട് റോൾ ഡസ് ലേഡി ബ്രാക്നൽ പ്ലേ ഇൻ ദ സോഷ്യൽ സറ്റയർ പ്രസന്റഡ് ഇൻ ഓസ്കാർ വൈൽഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് അല്ലെ. ഏണസ്റ്റ് എന്ന ഒരു ചെറുപ്പക്കാരനെ മാത്രമേ, ആ പേരുള്ള ഒരാളിനെ മാത്രമേ ഞാൻ മാരി ചെയ്യും എന്നുള്ള രണ്ട് പെൺകുട്ടികളുടെ തീരുമാനം നമുക്ക് ഇവിടെ കാണാം. ഒരാള് ഗ്ലെൻഡോവൻ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്, മറ്റൊരാള് നമ്മുടെ സിസ്ലി കാരു ആണ്. സിസ്ലി, ഓക്കെ, ലിറ്റിൽ സിസ്ലി എന്നൊക്കെ ഈ ഒരു നാടകത്തിൽ ഈ കുട്ടി അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണസ്റ്റ് എന്ന് പേരുള്ള ഒരാളിനെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളാണ്, വളരെ ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ്. ഇവർക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട്, ഒരുപാട് പേര് ഇവരെ സൂത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരെ എന്താണ് ദേ ജസ്റ്റ് സീക്രട്ട്ലി ലവ് ദിസ് ഗേൾ. ഓക്കെ, ദീസ് ഗേൾസ്. പക്ഷെ അവരോടൊന്നും ഒരു എസ് പറയാത്ത നേച്ചറാണ്. ഓക്കെ, എന്നാൽ ആണസ്റ്റ് എന്നാണ് പേര് എന്നുള്ള പോയിന്റിൽ രണ്ടുപേര് ഈ രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് വ്യത്യസ്തരായ രണ്ടുപേര് ചെല്ലുകയാണ്. പക്ഷെ അവരാരും ഏണസ്റ്റ് അല്ല. ഓക്കെ, എന്നാൽ ഏണസ്റ്റ് എന്നാണ് പേര് എന്നുള്ള ഒറ്റ പോയിന്റിലാണ് ഈ പെൺകുട്ടികൾ ഇവരെ സ്നേഹിക്കുന്നത്. ഓക്കെ, അതല്ല എന്നുള്ള തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു നാടകത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഈ ലേഡി ബ്രാക്നല് ഈ പറയുന്ന നാടകത്തിൽ, അതായത് ഓസ്കാർ വൈൽഡിന്റെ എക്കാലത്തെ മികച്ച നാടകമായ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റിനകത്തിൽ ചെയ്യുന്ന റോൾ എന്താണ്. ഓക്കെ, ആൽഗർണൻ എന്ന കഥാപാത്രം അപ്പിയർ ചെയ്യുന്ന നാടകം ഏതാണെന്ന് ചോദ്യമുണ്ട്. വേറെ നാടകങ്ങളിലൊന്നും നമുക്ക് ആൽഗർണൻ എന്ന കഥാപാത്രം ഇല്ല. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റിലാണ് ആ ഒരു കഥാപാത്രം ഉള്ളത്. ഓക്കെ,
അപ്പൊ നമുക്ക് ബ്രാഗ്നലിന്റെ റോൾ ഒന്ന് നോക്കാം. ലേഡി ബ്രാഗ്നൽ സെർവ്സ് ആസ് എ മോഡൽ ഓഫ് വിർച്യു ആൻഡ് മൊറാലിറ്റി. അതായത് ഗുഡിന്റെയും മൊറാലിറ്റിയുടെ ഒക്കെ ഒരു മാതൃക കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നതെന്ന്. അടുത്ത നോക്കിക്കേ, ലേഡി ബ്രാഗ്നൽ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദ പ്രോഗ്രസീവ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് വ്യൂ ഓഫ് ദ ടൈം. ഓക്കെ, അപ്പൊ പ്രോഗ്രസീവും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വ്യൂവിന്റെ ഒക്കെ തന്നെ ഒരു പ്രതീകമാണ് നമ്മുടെ ലേഡി ബ്രാഗ്നൽ എന്ന് പറയുന്നു. ലേഡി ബ്രാഗ്നൽ എംബോഡീസ് സോഷ്യൽ പ്രിജുഡൈസസ് ആൻഡ് represents the rigid class structure. Okay, societal prejudices എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെയൊക്കെ ബാധിക്കുന്ന, നമ്മളെ ഇന്നും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. ചിലർ അതിനെ ഗൗരവമായി കാണുന്നു, ചിലർ അതിനെ ഒരു സില്ലി തിങ് ആയിട്ട് കാണുന്നു. സൊസൈറ്റൽ പ്രിജുഡൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി എങ്ങനെ പെരുമാറണം, ആൺകുട്ടി എങ്ങനെ പെരുമാറണം എന്നുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, അതിനെയാണ് സൊസൈറ്റൽ പ്രിജുഡൈസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ച് ഇവർക്ക് ഇങ്ങനെ കുറച്ച് ചിന്താഗതികളുണ്ട്. ഓക്കെ, അതായത് എക്കണോമിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ, അല്ലാത്തവരെ കൊണ്ട് ഒരു കാരണവശാലും അത് പറ്റില്ല എന്നൊക്കെയുള്ള സമൂഹം മുൻവിധി കൽപ്പിക്കുന്ന കാര്യങ്ങളെയാണ് സൊസൈറ്റൽ പ്രിജുഡൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേഡി ബ്രാഗ്നൽ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ, ക്ലാസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ ഒന്ന് പരിശോധിച്ചേ. ലേഡി ബ്രാഗ്നൽ ഹാസ് നോ ഇമ്പാക്ട് ഓൺ ദ സോഷ്യൽ സറ്റയർ വിതിൻ ദ പ്ലേ. ഈ നാടകത്തിൽ നടക്കുന്ന സോഷ്യൽ സറ്റയറിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലേഡി ബ്രാഗ്നൽ ഇതിനകത്തൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്, ഒരു മദർ ക്യാരക്ടറാണ് കേട്ടോ. അപ്പൊ ലേഡി ബ്രാഗ്നലിന്റെ കുറെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. തന്റെ മകളെ വിവാഹം കഴിക്കുന്നത് ഇന്ന ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം, അങ്ങനെയുള്ള ആളിനെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കൂ എന്നൊക്കെയുള്ള പോയിന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ലേഡി ബ്രാഗ്നൽ എംബോഡൈസ് സൊസൈറ്റൽ പ്രിജുഡൈസസ് ആൻഡ് റെപ്രസെന്റ്സ് ദ റിജിഡ് ക്ലാസ് സ്ട്രക്ചർ. നമ്മുടെ റിജിഡ് ക്ലാസ് സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും ആര്, നമ്മുടെ ലേഡി ബ്രാഗ്നൽ. ഓക്കെ, ലേഡി ബ്രാഗ്നൽ. അപ്പൊ ഇത് നിസ്സാരമായ ചോദ്യമല്ലായിരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പൊതുവെ HSST പരീക്ഷയല്ലേ, +2 കുട്ടികളെ വരെ പഠിപ്പിക്കേണ്ട ഒരു പരീക്ഷയല്ലേ, അത് ആ ഒരു യോഗ്യതയിൽ എത്തുന്ന പരീക്ഷയല്ലേ, അതുകൊണ്ട് വളരെ ടൈറ്റ് ആയിരിക്കുമോ ചോദ്യം, ഇതൊക്കെയാണ് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ കുട്ടികൾ റേസ് ചെയ്യുന്ന ഒരു ഡൗട്ട്. ഓക്കെ, അവരുടെ പ്രശ്നമല്ല, പൊതുവെ നമ്മൾ അങ്ങനെയാണ് HSSTയെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും വരും. ഓക്കെ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിച്ചില്ല എങ്കിൽ പോലും ഡിഗ്രിക്കും PGക്കും നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടാവും. സെറ്റ് പരീക്ഷ ട്രാക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്തായാലും ഇത് നോക്കിക്കാണും. അങ്ങനെയുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 15ാമത്തെ ചോദ്യം ക്ലിയർ ആയിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ 11 മുതൽ 15 വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ 16ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. Why does Wordsworth argue for the adoption of the language of common people in preface to the lyrical ballads? Okay, why does Wordsworth argue for the adoption of the language of common people in the പ്രിഫൈസ് ടു ദ ലിറിക്കൽ ബാലഡ്സ്? ഓക്കെ, ആദ്യം എഴുതുന്നത് പ്രിഫൈസ് അല്ല, ആമുഖമല്ല, ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞാൽ കവിതയുടെ ഒരു കവിതാ സമാഹാരമാണ്. കോളറിഡ്ജും വേൾഡ്സ്വർത്തും ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ലിറിക്കൽ ബാലഡ്സ് ആണ് ആദ്യം ഔട്ട് ആവുന്നത്, സെയിൽ ആവുന്നത്, അല്ലെങ്കിൽ പ്രിന്റിൽ വരുന്നത്. അതിനുശേഷമാണ് വേൾഡ്സ്വർത്ത് ഇടപെട്ടിട്ട്, കോളറിഡ്ജ് അതിനകത്തിലില്ല, വേൾഡ്സ്വർത്ത് ഇടപെട്ടിട്ട് അതിനൊരു പ്രിഫൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രിഫൈസിനകത്ത് കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ്, കൊളോക്കിയൽ ആയിട്ടുള്ള ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കണമെന്ന വേൾഡ്സ്വർത്ത് പറഞ്ഞത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? നോക്കിക്കേ, വേൾഡ്സ്വർത്ത് ആണ് പ്രിഫൈസ് എഴുതുന്നത് കേട്ടോ. because it adds a layer of complexity to the poetry. പോയട്രിക്ക് ഒരു കോംപ്ലക്സിറ്റി കൊടുക്കുമെന്ന്. അടുത്ത നോക്കിക്കേ, because common people use a more ornate and refined language. common people ornate and refined language ആണോ ഉപയോഗിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത നോക്കിക്കേ, because their language is in line with fashionable literary conventions. Okay, literary conventionsന് മാച്ച് ആണെന്ന് അവരുടെ കൾച്ചർ. because these individuals are in constant communication with the best objects. Okay, best objectsുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കോമൺ പീപ്പിൾ ആണെന്ന്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് റൂറൽ ഏരിയാസിലുള്ളവർ. അവരാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിന് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനോട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നതും ഈ പറയുന്ന വിഭാഗം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ദേ ദാറ്റ് മച്ച് ലവ് ദ നേച്ചർ. അവർ അത്രയും വലിയൊരു സ്നേഹമാണ് നേച്ചറിന് കൊടുക്കുന്നത്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇക്വേറ്റഡ് ടു ഗോഡ്. ഗോഡുമായിട്ടാണ് അവർ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കി
നോക്കിക്കേ, why does Wordsworth argue for the adoption of the language of common people in the preface to the lyrical ballads? Preface to the lyrical ballads ൽ എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ദീസ് ഇൻഡിവിജ്വൽസ് ആർ ഇൻ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഒബ്ജക്ട്സ്. നോക്കിക്കേ, ഈ 16-15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര ഈസി ആയിരുന്നു അല്ലെ? വലിയൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം എന്ന് പറയാൻ സാധിക്കുമോ? 15 ആയാലും 16 ആയാലും. ഇപ്പം ചെറിയൊരു പ്രൈമറി ഐഡിയ എങ്കിലും ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ആണസ്റ്റിനെ കുറിച്ച് ഉണ്ടെങ്കിൽ കഥയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലേഡി ബ്രാഗ്നൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അല്ലെ? സൊസൈറ്റിയിലെ ഒരു എന്താണ് പൊങ്ങച്ച വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് അല്ലെ? ഇനി അടുത്തത് നോക്കിക്കേ, 16ാമത്തെ ചോദ്യവും നിസ്സാരമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, റൊമാൻറ്റിക് പീരീഡിൽ പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെ? പോയറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം എന്നുള്ളത് എഴുത്തുകാരനാണ് തീരുമാനിക്കുന്നത് എന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സൊസൈറ്റി അല്ല അത് തീരുമാനിക്കുന്നത് എന്നുള്ള പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിറിക്കൽ ബാലഡ്സിനകത്തിൽ കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫീലിംഗ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് റൈറ്റർ അങ്ങനെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം വേണം. നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലിറ്ററേച്ചറിലെ ഒരു നോവലാണ് വെതറിംഗ് ഹൈറ്റ്സ്. എഴുതിയ അതുപോലെ തന്നെ പോപ്പുലറാണ്, നമ്മുടെ എമിലി ബ്രോണ്ടെ ആണ് അല്ലെ? അപ്പൊ നോക്കിക്കേ, എമിലി ബ്രോണ്ടെസ് വിതറിംഗ് ഹൈറ്റ്സ് ഈസ് സെറ്റ് ഇൻ ദ മൂർലാൻഡ്സ് ഓഫ് യോർക്ക്ഷയർ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അധികം ആരും താമസിക്കാത്ത, ജനവാസം കുറഞ്ഞ, ഇപ്പൊ നമ്മുടെ പല ഫ്രണ്ട്സും എബ്രോഡൊക്കെ കാണും. അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും കുറച്ച് റൂറലി താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം എബ്രോഡിൽ കാനഡയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റൂറൽ ഏരിയയിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അല്ലെ? ചുറ്റും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വീടുകളൊന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. അവിടെയാണ് നമ്മുടെ വിതറിംഗ് ഹൈറ്റ്സ് കോട്ടേജ് ഉള്ളത്. ഓക്കെ, വിതറിംഗ് ഹൈറ്റ്സിന്റെ അടുത്ത് വേറെ പ്രത്യേകിച്ച് ബിൽഡിങ്സ് ഒന്നുമില്ല, മറ്റൊരു കോട്ടേജും കൂടെ അവിടെ ഉണ്ട്. ഈ രണ്ട് കോട്ടേജുകാരും തമ്മിൽ ശരിക്കും വഴക്കാണ്. ഓക്കെ, നമ്മൾ ഈ മലയാള സിനിമയിലൊക്കെ കാണുന്ന കാര്യസ്ഥൻ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നമുക്ക് ഈ നോവലിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെറ്റിംഗ് വരുന്നത് മൂർലാൻഡ്സ് ഓഫ് യോർക്ക്ഷയർ ആണ്. ഹൗ ഡസ് ദ നോവൽ യൂട്ടിലൈസ് ദ സെറ്റിംഗ് ടു എൻഹാൻസ് ഇറ്റ്സ് തീംസ്? ഇതിന്റെ തീമിനെ എൻഹാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്, എഫേർട്ട് കൊടുത്തിട്ടുള്ളത് ഈ സെറ്റിംഗ് തന്നെയാണ്. ഓക്കെ, അതായത് വിതറിംഗ് ഹൈറ്റ്സ് വായിച്ച ആരും അതിന്റെ സെറ്റിംഗ് മറന്നു പോകാൻ സാധ്യതയില്ല. അത്രയും പ്രത്യേകതകളും വർണ്ണനകളും അവിടെയുണ്ട്. എമിലി ബ്രോണ്ടെ അത്തരത്തിലാണ് ഈ നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൂർസ് സിംബലൈസ് കൺഫൈൻമെന്റ് ആൻഡ് റെസ്ട്രിക്ഷൻ. ഓക്കെ, എന്തിനെയാണ് ഈ മൂർ സിംബലൈസ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. നോക്കിക്കേ, കൺഫൈൻമെന്റിനെയും റെസ്ട്രിക്ഷൻസിനെയാണെന്ന്. ആ സിനിമയൊന്നും ആലോചിച്ചേ, സിനിമയിൽ നമ്മൾ കാണുന്ന അതേ രീതി ഇല്ലേ? കാരണം പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരു വീട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇല്ലേ, അവർ മാത്രമാണ് ആ സ്ഥലത്തുള്ളത്. ഇപ്പൊ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്ന വീടുകൾ കുറവായിരിക്കും ഇല്ലേ? ഒരു വീടുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ ആയിരിക്കും മറ്റൊരു വീട്. ആ പോയിന്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം റെസ്ട്രിക്ഷനും കൺഫൈൻമെന്റും ആണ് ഈ സ്ഥലം സൂചിപ്പിക്കുന്നതെന്ന്. ദ മൂർസ് റെപ്രസെന്റ് എ വൈൽഡ് ആൻഡ് അൺടേംഡ് ബാക്ക്ഡ്രോപ്പ് ഫോർ ഇന്റൻസ് ഇമോഷൻസ്. ഓക്കെ, അതായത് വളരെ കാട് നിറഞ്ഞ, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഇപ്പോഴാണെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പീപ്പിൾ യൂസ് ടു എക്സ്പ്ലോർ അല്ലെ? അവർ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂർ സെർവ് ആസ് എ പീസ്ഫുൾ റിട്രീറ്റ് ഫോർ ദ ക്യാരക്ടേഴ്സിനുള്ള ഒരു പീസ്ഫുൾ റിട്രീറ്റ് ആണ്. അവർക്കൊന്ന് റിലാക്സ്ഡ് ആവണമെങ്കിൽ ഈ മൂർ ഏരിയ, ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ, ഈ ഡെൻസ് ഏരിയയിൽ പോയാൽ മതി എന്നുള്ള പോയിന്റ് ഉണ്ട്. ദ നോവൽ ഡസ് നോട്ട് മേക്ക് സിഗ്നിഫിക്കൻസ് യൂസ് ഓഫ് ദ മൂർലാൻഡ്സ്. മൂർലാൻഡ്സിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നില്ല എന്നുണ്ട്. ഓക്കെ, മൂർലാൻഡിനെ കുറിച്ചുള്ള സിഗ്നിഫിക്കൻസ് എത്ര വെട്ടമായി നോവലിൽ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ എന്തായാലും നമുക്ക് ആ സ്പോട്ടിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് ശരി ഉത്തരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർ റെപ്രസെന്റ് എ വൈൽഡ് ആൻഡ് അൺടേംഡ് ബാക്ക്ഡ്രോപ്പ് ഫോർ ഇന്റൻസ് ഇമോഷൻസ്. ഓക്കെ, ഇതിനകത്ത് ഹെത്ക്ലിഫ് അടക്കം ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കാത്രീൻ വരുന്നുണ്ട്, ലേഡി കാത്രീൻ ഇല്ലേ? ലിറ്റിൽ കാത്രീൻ അറിയപ്പെടുന്നത് തന്നെ ലിറ്റിൽ കാത്തി എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ വരുന്ന നോവലാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മൂർ റെപ്രസെന്റ് എ വൈൽഡ് ആൻഡ് അൺടേംഡ് ബാക്ക്ഡ്രോപ്പ് ഫോർ ഇന്റൻസ് ഇമോഷൻസ്. ഇവരുടെയൊക്കെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെയുള്ള ഒരു എന്താണ് ഔട്ട്സൈഡ് റെപ്രസെന്റേഷൻ, ഇവരുടെ മനസ്സിൽ നടക്കുന്ന ആ ഒരു ഇന്റൻസ് ഇമോഷന്റെ ഒരു ഔട്ട്സൈഡ് എക്സ്പോഷർ ആണ് ശരിക്കും പറഞ്ഞ ഈ മൂർലാൻഡ്. ഓക്കെ, വളരെ മികച്ച ഒരു നോവലാണ് നമ്മുടെ വിതറിംഗ് ഹൈറ്റ്സ്. ഓക്കെ, വിതറിംഗ് ഹൈറ്റ്സ് എഴുതിയത് എമിലി ബ്രോണ്ടെ ആണ്. ബ്രോണ്ടെ ഈസ് വൺ അമംഗ് ദ ഇമ്പോർട്ടന്റ് റൈറ്റർ അമംഗ് ദ ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. അതായത് ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ റൈറ്റേഴ്സ് എന്ന് തന്നെയാണ് ഇവർ അറിയപ്പെടുന്നത്, ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. ഓക്കെ, അങ്ങനെ ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ്
വെതറിംഗ് ഹൈറ്റ്സ്. ഓക്കെ, അപ്പൊ ദേ നമ്മൾ 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, HSST പരീക്ഷയുടെ ചോദ്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നുള്ള പോയിന്റിൽ നിന്നും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കിട്ടി. ഈ 2-3 ചോദ്യങ്ങൾ ഇപ്പൊ 15, 16, 17 ഒക്കെ തന്നെ പ്രൈമറി ലെവൽ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇല്ല, നോവൽ മുഴുവനായി വായിക്കണം എന്ന് പോലും ഇല്ല, നോവലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സമ്മറി എങ്കിലും അറിയാവുന്നവർക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നിസ്സാരമായിട്ട് സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പ്ലാറ്റ്ഫോം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ പോയിന്റ് നോട്ടുകളാണ്, ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പോയട്രി വന്നു, അതുപോലെ തന്നെ ഫിഗർ ഓഫ് സ്പീച്ച് വന്നു, നോവൽ വന്നു, ഇല്ല ഈ ഏരിയ എല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കി പോയത്. ഓക്കെ, അപ്പൊ ഇനി ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ നിന്ന് വേറെയും ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ നോവലുകളൊക്കെ എടുത്ത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമുക്കൊരു സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നെറ്റ് പോലെയൊന്നും അല്ല HSST, ഇല്ലേ? നെറ്റാണെങ്കിൽ നമുക്ക് വളരെ വൈഡ് ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് വർക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏത് മൊഡ്യൂളിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്, അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ റൈറ്റേഴ്സിന്റെ പേരാണ് കേട്ടോ കൂടുതലായിട്ടും. ഓക്കെ, ബ്രോണ്ടയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലുണ്ട്. താങ്ക് യു.